ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ശർക്കരയും ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല സോഫ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു 3/4 കപ്പ് ശർക്കര അതൊന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സിമ്മിലാക്കിയിട്ട് ഉരുക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞതും അങ്ങോട്ട് തളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി വെക്കാം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടിൻ്റെ കേക്കാണെന്ന് പറഞ്ഞിട്ട് ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി കേക്ക്, പഞ്ഞി പോലത്തെ കേക്ക് തന്നെ ആയിരിക്കും ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ ഓയിലെല്ലാം തടവിയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ 2 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നനവില്ലാത്ത പാത്രം വേണം എടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അതൊരു ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചതുണ്ടല്ലോ, അത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറണം, അല്ലെങ്കിൽ നമ്മുടെ കോഴിമുട്ട വെന്ത് പോകും കേട്ടോ. ഇനി അതിലേക്ക് ശർക്കര ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ അധികം സ്പീഡിൽ വെക്കേണ്ട. ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കി വെച്ചത് കൊണ്ട് ഒരുപാട് സ്പീഡ് പോലെ തോന്നും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ യോജിക്കുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുക, വാനില എസൻസ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഗോതമ്പ് പൊടിയും ഇതെല്ലാം, അതൊക്കെ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വിക്സ് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണ്ട, കട്ട കുത്താൻ വേഗമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ എന്താ, കട്ട പിടിക്കും, ഒരുപാട് സമയം അതിനേ പോകും. അപ്പോൾ അതിനും കാട്ടി നല്ലത് കുറച്ച് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരുപാട് സ്പീഡിലാക്കണ്ട കേട്ടോ, മെല്ലെ ആക്കണം. ഇത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ആവശ്യമുണ്ട്. അതിൻ്റെ പകുതിയോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി ചിലതിന് കുറച്ച് കൂടുതൽ വേണ്ടി വരും പാൽ, ചിലതിന് കുറവ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിന് ആവശ്യമായിട്ടോ, ഫുള്ളാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പാൽപ്പൊടി പാലുണ്ടല്ലോ, ഒരു 1/2 കപ്പ് ആദ്യം എടുക്കുക. പിന്നെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം പിന്നെ കുറച്ചുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഇതേപോലെ ആവണം കേട്ടോ. നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്താൽ ഇതേപോലെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ ഒഴിക്കേണ്ട പണി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കേക്ക് ടീന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല അടിപൊളി കേക്കാണ്. ഇതേപോലെ വരണം. അപ്പോൾ നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് നമുക്ക് റെഡിയായി നല്ല പഞ്ഞി പോലത്തെ കേക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് അണ്ടിപ്പരിപ്പും കറുപ്പ് മുതിര തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓവനിലാണ് വെക്കണത്. ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ്, അതായത് 35 മിനിറ്റ് ഞാൻ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഓവനിൽ. ഇതൊന്ന് റെഡിയാക്കി ഓവനിൽ വെക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവനിൽ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയ ശേഷം ഇതാ കണ്ടില്ലേ, ചെറിയൊരു ചൂടുണ്ട്, എന്നാലിതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ടാറ്റാ.